ഹായ് ഓൾ. നമ്മളിന്ന് ഇ കൊമേഴ്സിൻ്റെ മറ്റൊരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ബിസിനസ് മോഡൽസ് ഓഫ് ഇ കൊമേഴ്സ്. നമ്മൾ ഇന്ന് അതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ബിസിനസ് മോഡൽസ് ഓഫ് ഇ കൊമേഴ്സ്. നമുക്ക് ആദ്യം എന്താണ് ആ ബിസിനസ് മോഡൽസ് നോക്കാം. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോകും. ഓക്കെ, ഇ-കൊമേഴ്സ് ഈസ് എ മച്ച് വൈഡർ സബ്ജക്ട് ദാൻ സെല്ലിംഗ് ഓൺലൈൻ. നമുക്കറിയാം, ഓൺലൈനിൽ സെല്ലിംഗ് ചെയ്യുന്നില്ല. ഓൺലൈൻ മാർക്കറ്റിൽ ഏറ്റവും വൈഡർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അത് ഈ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇ-കൊമേഴ്സ് കവേഴ്സ് എനി ഫോം ഓഫ് ട്രാൻസാക്ഷൻ where internet and communication technology has major role to play. Okay, ഈ കൊമേഴ്സ് എല്ലാ ട്രാൻസാക്ഷനുമായിട്ട് എന്തുണ്ട്, കണക്ഷൻ ഉണ്ട് ഈ കൊമേഴ്സിന്. ഓക്കെ, അതേപോലെ തന്നെ there are many different types of e-commerce with different relationships existing with each other. Okay, കുറെ തരത്തിലുള്ള ഇ കൊമേഴ്സ് ഉണ്ട്. ഓരോ ഇ കൊമേഴ്സ് തമ്മിലും ഡിഫറെന്റ് റിലേഷൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം എന്തൊക്കെയാ നോക്കാം. എക്സാമ്പിൾ, ദർ ആർ ഇ കൊമേഴ്സ് ബിസിനസ് ദാറ്റ് മെയിൻലി ഇന്ററാക്ട് വിത്ത് ബിസിനസ് rather than the consumer. The important models of e-commerce are discussed below. Okay, അപ്പം ശ്രദ്ധിക്കേണ്ടത് ഇ കൊമേഴ്സ് മോഡൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് വെറും കസ്റ്റമറും ബിസിനസ്സും മാത്രമല്ല അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള. ബിസിനസ് ടു ബിസിനസ് എന്തുണ്ടാവും, ഇ കൊമേഴ്സ് നടക്കും. ബിസിനസ് ടു ഗവൺമെന്റ് എന്താക്കും, ഇ കൊമേഴ്സ് നടക്കും. പിന്നെ അതേപോലെ തന്നെ ബിസിനസ് ടു കസ്റ്റമർ അല്ലെ ബിസിനസ് ടു കൺസ്യൂമർ എന്താക്കും, ഇ കൊമേഴ്സ് എടുക്കും. അതേപോലെ കൺസ്യൂമർ ടു കൺസ്യൂമർ എന്തുണ്ടാവും, ഇ കൊമേഴ്സ് എടുക്കും. ഓക്കെ, അപ്പം വെറും ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് ടു കൺസ്യൂമർ എന്ന് ആരും തെറ്റിദ്ധരിച്ച് വെക്കരുത്. പണ്ടൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ഇ കൊമേഴ്സിന് കുറെ തരത്തിലുള്ള മോഡൽസ് ഉണ്ട്, കുറെ തരത്തിലുള്ള മോഡൽ ഉണ്ട്. ഓക്കെ, നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ട് 5 ഉള്ളത്. 1 സി ടു സി, 2 ബി ടു സി, 3 ബി ടു ബി, 4 ബി ടു ജി, 5 മൊബൈൽ കൊമേഴ്സ്. ഓക്കെ, ഈ 5 കാര്യങ്ങളാണുള്ളത്. 5 നിർബന്ധമായിട്ട് പഠിക്കണം. എന്തായാലും പരീക്ഷക്കൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. അപ്പം ഫസ്റ്റ് വൺ, ബിസിനസ് ടു ബിസിനസ്. ബിസിനസ് ടു ബിസിനസ് ഈസ് ദ മേജർ ടൈപ്പ് ഓഫ് ഇ കൊമേഴ്സ് മോഡൽ. നമുക്കറിയാം, ഇ കൊമേഴ്സ് മോഡലിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഈ ബിസിനസ് ടു ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ 2 സെപ്പറേറ്റ് ബിസിനസ്. അതാണ് ബിസിനസ് ടു ബിസിനസ്. ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ്സുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ് തമ്മിൽ എന്താക്കാണ്, ട്രാൻസാക്ഷൻസ് അടുത്താണ്, ബൈയിങ് ആൻഡ് സെല്ലിങ് അടുത്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് അടുത്താണ്. അത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലാണ്. ഓക്കെ, ഇപ്പം ബിസിനസ് ടു ബിസിനസ് ആണ് ഒന്നാമത്തെ ഇ കൊമേഴ്സ് മോഡൽ എന്ന് പറഞ്ഞാൽ. 2 സെപ്പറേറ്റ് ആയിട്ടുള്ള ബിസിനസ്സുകൾ തമ്മിൽ എന്താക്കുക, ട്രാൻസാക്ഷൻസ് എടുത്താൽ ബിസിനസ് എയും ബിസിനസ് ബിയും. ഓക്കെ, എ അവരുടെ പ്രൊഡക്ട്സ് ബിക്ക് കൊടുക്കുന്നു, റോ മെറ്റീരിയൽസ് ബിക്ക് കൊടുക്കുന്നു, ബി എമൗണ്ട് എക്ക് കൊടുക്കുന്നു. ഇതെന്താണ്, ഇ കൊമേഴ്സ് ആണ്. ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ ആണ്, 2 ബിസിനസ്സുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ഇ കൊമേഴ്സ് വേർ എ കമ്പനി സെല്ലിംഗ് ഓർ ബൈയിങ് അതർ കമ്പനീസ്. അതാണ്, അതായത് ഒരു കമ്പനി കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങുക എവിടുന്ന്, ഫ്രം അതർ കമ്പനി. ഇപ്പൊ ഇവിടെ കമ്പനീസ് തമ്മിലാണ് എന്താക്കുന്നത്, ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അതിനെ കൊണ്ട് തന്നെയാണ് ബിസിനസ് ടു ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ബി ടു ബി. വൺ കമ്പനി കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ദ അതർ കമ്പനീസ് ത്രൂ ഔട്ട് ദ ഇന്റർനെറ്റ് ടെക്നോളജി. ഇവിടെ ഒരു കമ്പനി മറ്റൊരു കമ്പനിയായിട്ട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ, ത്രൂ ഔട്ട് ദ ഇന്റർനെറ്റ് ടെക്നോളജി. ഇന്റർനെറ്റിൽ കൂടെ തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്റർനെറ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബിസിനസ് ടു ബിസിനസ് ഡിസ്ക്രൈബ്സ് കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ബിസിനസ് സച്ച് ആസ് ബിറ്റ്വീൻ മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലർ ഓർ ബിറ്റ്വീൻ ഹോൾസെയിലർ ആൻഡ് റീറ്റെയിലർ. എങ്ങനെയാണെങ്കിൽ ആവാം. ബിസിനസ് ടു ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചററും ഹോൾസെയിലറും ആവാം. അതായത് പ്രൊഡ്യൂസറും ഹോൾസെയിലറും തമ്മിലുള്ള ഇ കൊമേഴ്സ് ആണെങ്കിൽ അതിന് ബിസിനസ് ടു ബിസിനസ് എന്ന് പറയും. അതേപോലെ തന്നെ ഹോൾസെയിലറും റീറ്റെയിലറും തമ്മിലുള്ളതാണെങ്കിൽ എന്താ പറയും, ബിസിനസ് ടു ബിസിനസ് എന്ന് പറയും. പക്ഷേ റീറ്റെയിലറും കൺസ്യൂമർ ആണെങ്കിലേ പറയില്ല, അത് ബിസിനസ് ടു ബിസിനസ് അല്ലല്ലേ. ഓക്കെ, ഇപ്പൊ ബിസിനസ് ടു ബിസിനസ് എന്താ ഓർമ്മ വേണം. അതായത് എല്ലാ ട്രാൻസാക്ഷൻസും ത്രൂ ഓൺലൈൻ ആണ് ചെയ്യുക. പക്ഷെ അവിടെ രണ്ടും ട്രാൻസാക്ഷൻസ് നടത്തുന്നത് ഇൻ ബിറ്റ്വീൻ കമ്പനീസ് ആണ്. കമ്പനീസുകൾ തമ്മിലാണ് ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ഓക്കെ, വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇന്റർനെറ്റ്, ഓൾ കമ്പനീസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ സൈസ് ഓഫ് ബിസിനസ്
ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ഇലക്ട്രോണിക്കലി ആൻഡ് ചീപ്ലി. ഓക്കെ, അതാണ് ഇന്റർനെറ്റിന്റെ വരവോടുകൂടി കുറെ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ഒരു മാറ്റമാണ് എന്ത്, ഈ കമ്പനീസുകൾ തമ്മിൽ പണ്ടൊക്കെ ട്രാൻസാക്ഷൻസ് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് പോകണം, കുറെ ലോട്ട് ഓഫ് പേപ്പർ വർക്ക്സ് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇ കൊമേഴ്സിന്റെ വരവോടുകൂടി എല്ലാ കാര്യങ്ങളും ഇലക്ട്രോണിക്കലി ചെയ്യാൻ വേണ്ടി പറ്റി. അതുപോലെ തന്നെ കോസ്റ്റും വളരെയധികം കുറക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബിസിനസ് ടു ബിസിനസിന്റെ ബെനിഫിറ്റ്സ് ആണ്. ഒന്ന് മാർക്കറ്റ് സ്റ്റെബിലിറ്റി. മാർക്കറ്റ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് കുറെ കാലം മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഈ B2B സഹായിക്കുന്നതാണ് പറയുന്നത്. കാരണം ബിസിനസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതോടുകൂടി. പിന്നെ ബെറ്റർ സെയിൽസ് ആണ് രണ്ടാമത്. ഓക്കെ, കമ്പനിക്ക് അവരുടെ സെയിൽസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഇംപ്രൂവ്ഡ് ബ്രാൻഡ് അവയർനെസ്, അതാണ് അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബിസിനസ് ടു ബിസിനസ് ഇ കൊമേഴ്സ് കൊണ്ടുള്ളത്. പിന്നെ ലോവർ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം ത്രൂ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒക്കെ എന്താ പറയുക കുറവായിരിക്കും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കുറയും, പേപ്പർ വർക്ക് കുറയും. അപ്പൊ അങ്ങനെ കുറെ കോസ്റ്റുകൾ നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ബെറ്റർ കസ്റ്റമർ സർവീസസ് ആണ്. അതായത് ഇപ്പം ചില കമ്പനീസ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ കൂടെ അവർ സർവീസ് വേറൊരു കമ്പനി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പം ഈ രണ്ട് കമ്പനീസും തമ്മിൽ നല്ല രീതിയിൽ ടൈപ്പ് ആണെങ്കിൽ കസ്റ്റമർക്ക് എന്ത് കൊടുക്കാൻ പറ്റും, നല്ല സർവീസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ബിസിനസ് ടു ബിസിനസ് മോഡല് ഈ ഒരു റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമർ സർവീസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഇ കൊമേഴ്സ് ബിസിനസ് ടു ബിസിനസ് ഇ കൊമേഴ്സ് സഹായിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബിസിനസ് ടു കൺസ്യൂമർ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ